മദ്രസ അധ്യാപകനെതിരായ പോക്സോ കേസ് ഒതുക്കി തീർക്കാൻ പള്ളി കമ്മിറ്റി ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി അതിജീവിതയുടെ പിതാവ് രംഗത്ത്. കോഴിക്കോട് വാഗയാട് സ്വദേശി മദ്രസ അധ്യാപകനായ അബൂബക്കറിനും പള്ളി കമ്മിറ്റിക്കുമെതിരെയാണ് പരാതി. ഒന്നിലധികം തവണ പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടും ഇയാൾ വീണ്ടും മദ്രസ അധ്യാപകനായി തുടരുകയാണെന്നും അതിജീവിതയുടെ പിതാവ് ജനം ടിവിയോട് പറഞ്ഞു. ജനം ബിഗ് ബ്രേക്കിംഗ്. 2019 മദ്രസയിൽ പഠിക്കുകയായിരുന്ന ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ മദ്രസ അധ്യാപകനായ അബൂബക്കർ സമാന കുറ്റകൃത്യം 2023-ലും 24-ലും ആവർത്തിച്ചു. 7ാം ക്ലാസ്സുകാരിയോട് ലൈംഗികാതിക്രമം. ഈ 7ാം ക്ലാസ്സുകാരിയുടെ പിതാവ് നടത്തുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. മകളെ മറ്റേ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെങ്ങനെ ഫോൺ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിച്ച്. ഞാൻ അറിയുന്നത് മോള് പറഞ്ഞു. ഞാനെന്ത് ചെയ്ത് അയാളെ വിളിച്ച് ചോദ്യം ചെയ്ത് പിന്നെ ഞാനെന്ത് ബാലശ്ശേരി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത്. മോക്ക് 7 സ്കൂളിൽ മോള് മദ്രസയിൽ പോകണ നോക്കിയാണ്. എന്നിട്ട് ബാലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇയാളെന്ത് ചെയ്ത് ഒരുപാട് മദ്രസയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കേസ് ഒത്തുതീർപ്പാക്കണം എന്നങ്ങാൻ നിങ്ങളോട് ആരെങ്കിലും? ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാക്കിയില്ല. പള്ളിയിൽ നിന്ന് എന്ത് ചെയ്ത് പള്ളിയിലത്തെ ഒരു മുലിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്ത് മറ്റേ സംയമനം പാലിക്കാൻ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പോവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സമസ്ത മറ്റേ ഈ AP വിഭാഗത്തിൻ്റെ ഒരാളെ ഇതാക്കി അങ്ങനെ ഓരും പറഞ്ഞ് എന്ത് ചെയ്ത് മറ്റേ EK വിഭാഗത്തിൽ അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മദ്രസയിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറരുത്. അതെല്ലാ മദ്രസയിലും കയറാൻ വേണ്ടി ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ പൈത് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇവന്മാരിങ്ങനെ കയറി പറ്റുന്നത്. പീഡനത്തിനിരയായ 7ാം ക്ലാസ്സുകാരിയുടെ പിതാവിന്റെ വൈകാരികമായ പ്രതികരണമാണിത്. 2023-ലാണ് കേസിനാസ്പദമായ സംഭവം. മദ്രസ അധ്യാപകനായ VP ഉസ്താദ് എന്ന അബൂബക്കർ 3 തവണയാണ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി വീണ്ടും വിവിധ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അബൂബക്കർ എന്നാണ് അതിജീവിതയുടെ പിതാവിന്റെ പരാതി. നിരവധി പീഡനക്കേസിൽ പ്രതിയായ ഉസ്താദായ അബൂബക്കറിനെ മദ്രസകളിൽ നിന്ന് വിലക്കണമെന്നാണ് അതിജീവിതയുടെ പിതാവിന്റെ ആവശ്യം. കേസ് ഒത്തുതീർപ്പാക്കാനാണ് പള്ളി കമ്മിറ്റി അടക്കം ശ്രമിച്ചതെന്ന ഗുരുതര ആരോപണങ്ങളും അതിജീവിതയുടെ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. ഇസ്ലാമിക മതപണ്ഡിത സഭ സമസ്തയിലും പരാതി പറഞ്ഞെങ്കിലും അവിടെ നിന്നും നീതി ലഭിച്ചിട്ടില്ലെന്നാണ് അതിജീവിതയുടെ പിതാവിന്റെ പരാതി. നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്നും ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നവർക്ക് പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നുമാണ് അതിജീവിതയുടെ പിതാവ് പറയുന്നത്. ജനം, കോഴിക്കോട്.